അതിമോഹമില്ലെനിക്ക് അത്ര വേഗം അകലങ്ങളൊക്കെയും കീഴടക്കാൻ എന്ന് ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും വചനത്തിന്റെ ഗാഠനീലിമയിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ ഈ 2022 തീരുമാനമെടുത്ത 4,72,000 കത്തോലിക്ക വിശ്വാസികളുടെ സംഗമ തീരമാണ് കേരള കത്തോലിക്ക സഭയുടെ ബൈബിൾ കമ്മീഷനും കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റിയും കഴിഞ്ഞ 22 വർഷങ്ങളായി നടത്തിവരുന്ന ലോഗോസ് ക്വിസ്. എത്രാമത്തെ നമ്പറാണ് പ്രിഫർ ചെയ്യുന്നത് അഞ്ജന? 7 പൂർണ്ണതയുള്ള നമ്പറാണ് അല്ലേ? ഓക്കെ, 7 പഠന സഹായി അനുസരിച്ച് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് യേശുവിൻ്റെ ദേവാലയ ശുദ്ധീകരണത്തിൽ 3 പഴയ നിയമ സൂചനകൾ ഉണ്ട്. അവ ഏതെല്ലാം? അധ്യായം വാക്യം പറയാം. അത് 3 പഴയ നിയമ സൂചനകളുണ്ട്. അത് അധ്യായം വാക്യമാകാം, അല്ല എങ്കിൽ ആ സംഭവം പറഞ്ഞാൽ, ആ കാര്യം പറഞ്ഞാൽ മതി. ദേവാലയത്തെയും പുരോഹിതന്മാരെയും ശുദ്ധീകരിക്കാനായി താൻ ആഗതനാകുമെന്ന് കർത്താവ് മലാക്കി പ്രവാചകനോട് പറയുന്നു. മലാക്കി പ്രവചനം അതാണ് ഒന്ന് പറയുന്നത്. പിന്നെ എല്ലാ കാഴ്ചകളും ബലികളും നിന്നു പോകുമെന്ന് ദാനിയേൽ പ്രവചിക്കുന്നു. ദാനിയേൽ പ്രവചനം. പിന്നെ ദേവാലയത്തിൽ ഇനി ഒരു വ്യാപാരിയും ഉണ്ടായിരിക്കുകയില്ലെന്ന് സക്കറിയ പ്രവചിക്കുന്നു. സഖറിയ പ്രവചനം. ഇത് 3 ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. മലാക്കി പ്രവചനം, ദാനിയേൽ പ്രവചനം, സഖറിയ പ്രവചനം. വളരെ ശരിയാണ്. ഈ 3 ഉത്തരങ്ങളും പൂർണ്ണമായും ശരിയാണ്. 15 മാർക്ക് അഞ്ജനയ്ക്ക് ലഭിക്കുകയാണ്. ശരി, നമുക്ക് തിരികെ പോകാം. നിമ ഏത് നമ്പറാണ് പ്രിഫർ ചെയ്യുന്നത്? 9. ശരി, 9ാമത്തെ ചോദ്യം. ഇസ്രായേലിനെ സൂചിപ്പിക്കാൻ പരമ്പരാഗതമായി പ്രവാചകന്മാർ ഉപയോഗിച്ചിരുന്ന ഒരു പ്രതീകമാണ് അത്തിമരം. 3 ഉദാഹരണങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് പറയുക. ജെറമിയ 8:13, ജെറമിയ 8:13, ഹോസിയ 9:10, ഹോസിയ 9:10, ജോയേൽ 1:7. ജോയേൽ 1:7. ഉത്തരം ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. ജെറമിയ 8:13, ജോയേൽ 1:7, ഹോസിയ 9:10 പൂർണ്ണമായി ശരിയാണ്. 15 മാർക്ക് ലഭിച്ചിരിക്കുന്നു. ബാക്ക് ഹോം അലീന ഏതാ നമ്പർ? 3. ത്രിത്വൈക ദൈവത്തിന് സ്തുതി പറഞ്ഞുകൊണ്ട് തുറക്കാം. ഓക്കെ. മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമ അനുതാപത്തിലേക്ക് ഇസ്രായേൽ ജനത്തെ നയിക്കാൻ ദൈവം നടത്തിയ നിരന്തര ശ്രമങ്ങളെ സൂചിപ്പിക്കുന്നു. ഉദാഹരണമായി 3 പഴയ നിയമ ഭാഗങ്ങൾ പറയുക. യെശയ്യാ 5-ാം 1-7 വരെ, യെശയ്യാ 5, സങ്കീർത്തനം 118, 22-23, സങ്കീർത്തനം 118, 118, 22-23. അറിയത്തില്ല, അറിഞ്ഞുകൂടാ. നമുക്ക് ഉത്തരം നോക്കാം. ഓക്കെ, ശരി. ജെറമിയ 3, 11, 14, എസക്കിയേൽ 16, 59, 63, ഹോസിയ 2, 2. അലീന ഇതിൽ ശരി ഉത്തരമൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അലീനയ്ക്ക് മാർക്ക് ലഭിക്കുന്നില്ല. ഓക്കെ അലീന. സോ നമ്മൾ തിരികെ പോവുകയാണ്. ലൈല ടീച്ചർ ഏത് നമ്പറാണ് പ്രിഫർ ചെയ്യുന്നത്? 6 ഉണ്ട്. പഠന സഹായി പ്രകാരം 1 കോറിന്തോസ് 11, 23, 26 പൗലോസ് ചൂണ്ടിക്കാണിക്കുന്ന 3 കാര്യങ്ങൾ ഏവ? ഓക്കെ, അപ്പോൾ ടീച്ചറിന് ഉത്തരം പറയാൻ കഴിയുന്നില്ല. കഴിഞ്ഞുപോയൊരു മഹാസംഭവത്തിൻ്റെ ഓർമ്മയാണ് വിശുദ്ധ കുർബാന. നിലനിൽക്കുന്ന ഉടമ്പടിയാണ് വിശുദ്ധ കുർബാന.
വരാനിരിക്കുന്ന വലിയ യാഥാർത്ഥ്യത്തിൻ്റെ പ്രഖ്യാപനമാണ് വിശുദ്ധ കുർബാന. ഇതാണ് പഠനസഹായിലുള്ള 3 കാര്യങ്ങൾ ഇതേക്കുറിച്ച്. അപ്പോൾ നമ്മുടെ ഈ റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ്. വളരെ കാര്യമായി ടെൻഷൻ അടിപ്പിച്ച ഒരു റൗണ്ട് കൂടിയായിരുന്നു ഇത്. ബുദ്ധിമുട്ടുള്ള ഒരു റൗണ്ടായിരുന്നു 3 hours റൗണ്ട്. നമുക്ക് 7 റൗണ്ടുകൾ ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. ഈ 7 റൗണ്ടുകൾക്കും ശേഷം നമ്മുടെ കണ്ടസ്റ്റൻസ് സ്കോർ ചെയ്തിരിക്കുന്ന പോയിന്റ്സ് എത്രയാണെന്ന് നോക്കാം. ലൈല ജോൺ സ്കോർ ചെയ്തിരിക്കുന്നു 76 പോയിന്റ്സ്. അലീന ജെയ്മോൻ സ്കോർ ചെയ്തിരിക്കുന്നു 90.5 പോയിന്റ്സ്. നിമ ലിൻജോ സ്കോർ ചെയ്തിരിക്കുന്നു 120 പോയിന്റ്സ്. അഞ്ജന ജോജി സ്കോർ ചെയ്തിരിക്കുന്നു 121.5 പോയിന്റ്സ്. റേച്ചൽ മരിയ സ്കോർ ചെയ്തിരിക്കുന്നു 74.5 പോയിന്റ്സ്. ആനി ജോർജ് സ്കോർ ചെയ്തിരിക്കുന്നു 105.5 പോയിന്റ്സ്. അപ്പോൾ നമ്മുടെ അടുത്ത റൗണ്ട് വാശിയേറിയ ബസർ റൗണ്ടാണ്. ഈ റൗണ്ടിന് മറ്റ് റൗണ്ട്സിൽ ഉണ്ടാവാതിരുന്നത് പോലെയുള്ള പല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് മൈനസ് മാർക്ക് വീഴാൻ സാധ്യതയുണ്ട് ഈ റൗണ്ടിൽ. അത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ, ക്വിസ് മാസ്റ്റർ ചോദ്യം ചോദിക്കുകയും നിങ്ങൾ ബസർ കൈയമർത്തുകയും ചെയ്താൽ അതിന് കറക്റ്റായിട്ടുള്ള ഉത്തരം കൊടുക്കാൻ നിങ്ങൾക്കാകുന്നില്ല എങ്കിൽ, ഉത്തരം അറിയാത്ത ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് മൈനസ് പോയിന്റിലേക്ക് പോകും. അതുകൊണ്ട് ചോദ്യം ക്വിസ് മാസ്റ്റർ പൂർണ്ണമായി ചോദിക്കുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുക. കൃത്യം ഉത്തരം അറിയാമെങ്കിൽ മാത്രം നിങ്ങൾ ബസർ പ്രസ് ചെയ്യുക, ഉത്തരം പറയുക. നിങ്ങൾക്ക് ഒരു ചോദ്യത്തിന് 15 പോയിന്റ്സ് വെച്ച് ലഭിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് ഉത്തരം അറിയില്ലാതെയാണ് ബസറിൽ നിങ്ങൾ പ്രസ് ചെയ്യുന്നതെങ്കിൽ മൈനസ് പോയിന്റ് വീഴാൻ സാധ്യതയുണ്ട്. ഇതുവരെ ലഭിച്ചിരിക്കുന്ന പോയിന്റ്സിൽ നിന്ന് കുറയ്ക്കപ്പെടും സ്കോർ. നമ്മൾ ലോഗോസ് ഗ്രാൻഡ് ഫിനാലെ അവസാനത്തെ റൗണ്ടിലേക്ക് എത്തിയിരിക്കുക. 8ാമത്തെ റൗണ്ടില് മക്കാരിയോസ് റൗണ്ട്. മക്കാരിയോസ് എന്താ? മക്കാരിയോസ് ഭാഗ്യമുള്ളവൻ. ഈശോ പറഞ്ഞില്ലേ, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, മക്കാരിയോയ്. അപ്പോൾ ഈ ഒരു സംഗതിയിൽ ഭാഗ്യത്തിൻ്റെ ഒരു എലമെൻ്റ് വളരെ കാര്യമായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ പേരിട്ടിരിക്കുന്നത്. മക്കാരിയോസ് ബത്സർ റൗണ്ടാണ്. 1ാമത്തെ ചോദ്യം ഞാൻ ചോദിക്കാൻ പോകുന്നു. കൃത്യമായി ചോദ്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ബസറമർത്തി ഉത്തരം പറയുക. ഒരു പുതിയ നിയമഗ്രന്ഥത്തിൻ്റെതായി നിലവിലുള്ള ഏറ്റവും പഴയ കൈയെഴുത്തു പ്രതി ഏത്? ഒരു പുതിയ നിയമഗ്രന്ഥത്തിൻ്റെതായി നിലവിലുള്ള ഏറ്റവും പഴയ കൈയെഴുത്തു പ്രതി ഏത്? ശാന്തം. ഉത്തരം ഇല്ല. ശരി, നമുക്ക് ഉത്തരം എന്താണെന്ന് നോക്കാം. ഓൾറൈറ്റ്, ഉത്തരം പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട പപ്പീറസ് 52 അല്ലെങ്കിൽ റൈലൻസ് പപ്പീറസ് എന്ന് വിളിക്കപ്പെടുന്നു. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 18-ാം അധ്യായത്തിലെ 31 മുതൽ 33 വരെയുള്ള
വെറും 3 വാക്യങ്ങൾ മാത്രമുള്ള ഒരു ഗ്രീക്ക് കൈയെഴുത്ത് പ്രതിയാണ്. പക്ഷേ ഇതിൻ്റെ പ്രാധാന്യം, ഇതെന്താ ഇത്ര വലിയ പ്രാധാന്യം? കാരണം അതിൻ്റെ പഴക്കം കണക്കാക്കിയിരിക്കുന്നത് AD 125-നും 150-നും ഇടയ്ക്ക് എന്നാണ്. അതിൻ്റെ അർത്ഥം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 100-ലോ 105-ലോ എഴുതപ്പെട്ടതിനു ശേഷം വെറും 20-25 വർഷം കൊണ്ട് അതിൻ്റെ ഒരു ഗ്രീക്ക് ശകലം അങ്ങ് ദൂരെ ആഫ്രിക്കയിൽ ഈജിപ്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ വാട്സാപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാവില്ല. പക്ഷേ അന്നത്തെ കാലത്ത് പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവര് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ശാസ്ത്രീയ പഠനങ്ങൾക്ക് എന്തുമാത്രം ശ്രദ്ധ കൊടുക്കുന്നു എന്നുള്ളത് അറിയണമെങ്കിൽ നിങ്ങൾ മാനുസ്ക്രിപ്റ്റ്സിൻ്റെ ശാഖ ഒന്ന് നോക്കിയാൽ മതി. മാനുസ്ക്രിപ്റ്റ്സ് വളരെ സുന്ദരമായി സൂക്ഷിക്കാനും എടുക്കാനും അത് ഡിജിറ്റലൈസ് ചെയ്യാനും അത് പഠിക്കാനും അതിൻ്റെ കാലനിർണ്ണയം നടത്താനും ഒക്കെ ക്രൈസ്തവർ വളരെ ശ്രദ്ധയുള്ളവരാണ്. അപ്പോൾ പപ്പീറസ് 52 റൈലൻസ് പപ്പീറസ്, ഏതാണ്ട് 1000-ഓളം ഇത്തരത്തിലുള്ള പപ്പീറസ് കളക്ഷനുള്ള ഒരിടത്ത് ആണ് ഇത് ഇപ്പോൾ ഉള്ളത്. അത് UK-യിലാണുള്ളത്. പക്ഷേ ഈജിപ്തിൽ നിന്നാണ് ഇത് കണ്ടെത്തിയത്. അവർ വാങ്ങുകയായിരുന്നു, അവിടുത്തെ മാർക്കറ്റിൽ വരികയായിരുന്നു. ഇത് മാർക്കറ്റിൽ പഴയ കുറേ സാധനങ്ങൾ വിൽക്കാനുണ്ട്, അതിൽ വരികയായിരുന്നു ഇത്. അപ്പോൾ പുതിയ നിയമഗ്രന്ഥത്തിൻ്റെതായി നിലവിലുള്ള ഏറ്റവും പഴയ കൈയെഴുത്ത് പ്രതി പപ്പീറസ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, പപ്പീറസ് എന്നാൽ ഓക്കെ, പപ്പീറസ് തണ്ട് ചതച്ച് അതിലാണ് എഴുതുന്നത്, പപ്പീറസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് നിങ്ങളെല്ലാവരും ഉത്തരം പറഞ്ഞില്ല. ആ മാർക്ക് ഞങ്ങൾ ഇങ്ങോട്ട് എടുക്കുകയാണ്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. റെഡി? ഓക്കെ. പൊന്തിഫിക്കൽ ബിബ്ലിക്കൽ കമ്മീഷന്റെ സെക്രട്ടറി ആര്? നിമ ആണോ അത് ചെയ്തിരിക്കുന്നത്? നിമയാണ്? അല്ല. ഇവിടെയാണ്. ഓക്കെ, 4 ആണ്. അഞ്ജനയാണ് ചെയ്തിരിക്കുന്നത്. പൊന്തിഫിക്കൽ ബിബ്ലിക്കൽ കമ്മീഷന്റെ സെക്രട്ടറി ആര്? സിസ്റ്റർ നൂറിയ കാൽഡെക് ബെനേജസ്. സിസ്റ്റർ നൂറിയ കാൽഡൂച്ച് ബെനഗസ്, സ്പാനിഷ്കാരിയായ ബഹുമാനപ്പെട്ട സിസ്റ്റർ നൂറിയ. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പൊന്തിഫിക്കൽ ബിബ്ലിക്കൽ കമ്മീഷന്റെ തലപ്പത്ത് ഒരു വനിത വന്നിരിക്കുന്നത്. ഈ സിസ്റ്റർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അതിലെ മെമ്പറായിരുന്നു. ഇപ്പോൾ 2025 വരെ അവരുടെ പ്രസൻസ് നീട്ടിക്കൊടുത്തിരിക്കുകയാണ്. 2021 സിസ്റ്ററിനെ സെക്രട്ടറി ആയിട്ട് നിയമിച്ചു. എന്താ പൊന്തിഫിക്കൽ ബിബ്ലിക്കൽ കമ്മീഷൻ? പൊന്തിഫിക്കൽ ബിബ്ലിക്കൽ കമ്മീഷന്റെ ഉത്തരവാദിത്വം എന്താ? സഭ ഔദ്യോഗികമായി വിശുദ്ധ ഗ്രന്ഥ സംബന്ധിയായ പഠനങ്ങൾ നടത്താൻ ഔദ്യോഗികമായി ഏൽപ്പിക്കുന്ന ബൈബിൾ പണ്ഡിതരുടെ ഒരു കമ്മീഷനാണ്, സമിതിയാണ് പൊന്തിഫിക്കൽ ബിബ്ലിക്കൽ കമ്മീഷൻ. അതിലേക്കാണ് സിസ്റ്റർ നൂറിയ കാൽഡൂച്ച് ബെനഗസ് വന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ജോൺസൺ പുതുശ്ശേരി അച്ഛനും എനിക്കും നല്ല ചില ഓർമ്മകളുണ്ട്. ജോൺസൺ അച്ഛൻ്റെ തീസീസ്, അതിൻ്റെ ഡിഫൻസിൽ സെക്കൻഡ് റീഡറായിട്ട് സിസ്റ്റർ ബെനഗസ് ഉണ്ടായിരുന്നു. എൻ്റെ തീസീസിൻ്റെ സെക്കൻഡ് റീഡറായിട്ടും സിസ്റ്റർ തന്നെ ഉണ്ടായിരുന്നു. മാർട്ടിൻ അച്ഛൻ്റെ, ബഹുമാനപ്പെട്ട മാർട്ടിൻ ആൻ്റണി അച്ഛൻ്റെ പ്രിയപ്പെട്ട പ്രൊഫസറാണ് സിസ്റ്റർ. അങ്ങനെ വളരെ വളരെ കഴിവുള്ള ഒരു സിസ്റ്റർ. എൻ്റെ തീസിസിൻ്റെ നേരത്ത് എന്നെ ആവശ്യത്തിന് തോണ്ടിയ ആളും കൂടിയാണ്. അത് മറക്കാതിരിക്കാൻ പറ്റില്ല. കാരണം തീസിസിൻ്റെ ഡിഫൻസിന് വളരെ ശക്തമായ വാദഗതികൾ ഉന്നയിക്കുക, അതിനെ എതിർക്കുക, അതിന് പോയിന്റ്സ് പറയുക, അങ്ങനെ
വളരെ കഴിവുള്ള വെരി ഇൻ്റലിജൻറ്റ് സിസ്റ്റർ, സ്പാനിഷ് സിസ്റ്റർ. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാം. ഉത്തരം കൃത്യമാണ്. സിസ്റ്റർ നൂറിയ കൽദൂച്ച് ബെനഗസ്. ഓക്കെ, അപ്പോൾ മാർക്ക് 15 മാർക്ക് നേടിയിരിക്കുകയാണ് അഞ്ജലി. ഓൾറൈറ്റ്, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് റെഡിയാണല്ലോ? ഓൾറൈറ്റ്, ചോദ്യം ഇതാണ്. ആലുവ മംഗലപ്പുഴ സെമിനാരിയുടെ പ്രസിദ്ധീകരണ വിഭാഗമായ SH ലീഗ് ഏതു വർഷമാണ് പഴയ നിയമ പരിഭാഷ പൂർത്തിയാക്കിയത്? അവിടെയാണ് നിമ ലിൻറ്റോയാണ് അവിടെ ഇത് തെളിയിച്ചിരിക്കുന്നത്. ബത്സർ ഞെക്കിയിരിക്കുന്നത് ഓഫാക്കാം. ചോദ്യം ഒരിക്കൽ കൂടി എല്ലാവർക്കും വേണ്ടി. ആലുവ മംഗലപ്പുഴ സെമിനാരിയുടെ പ്രസിദ്ധീകരണ വിഭാഗമായ SH ലീഗ് ഏതു വർഷമാണ് പഴയ നിയമ പരിഭാഷ പൂർത്തിയാക്കിയത്? ഉത്തരം 1940. 1940 കൃത്യമായ ഉത്തരമാണ്. പ്രിയപ്പെട്ടവരെ, ആലുവ സെയിൻറ്റ് ജോസഫ് പൊണ്ടിഫിക്കൽ മംഗലപ്പുഴ സെമിനാരി അതിൻ്റെ നവതി ആഘോഷം നടത്തുകയാണ്. 90 വർഷമായി അത് സെമിനാരി അവിടെ സ്ഥാപിതമായിട്ട്. നിങ്ങൾക്കറിയാമല്ലോ, അതിനു മുൻപ് വരാപ്പുഴയുടെയും പുത്തമ്പള്ളിയുടെയും ഒക്കെ നീണ്ടൊരു ചരിത്രമുണ്ട്, വളരെ നീണ്ട ചരിത്രം. ഇതിൽ SH ലീഗ്, സേക്രഡ് ഹാർട്ട് ലീഗ്, അത് അവരുടെ പ്രസിദ്ധീകരണ വിഭാഗമാണ്. 1940 പഴയ നിയമ പരിഭാഷ പൂർത്തിയാക്കി. മംഗലപ്പുഴ കാർമൽഗിരി സെമിനാരികളിൽ പഠിപ്പിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ വളരെ അഭിമാനത്തോടുകൂടി ഈ നവതി കാലം ഞാൻ ചെലവഴിക്കുകയാണ്. മാത്രമല്ല, പണ്ട് ഞങ്ങൾ പഠിക്കുമ്പോൾ കാർമൽഗിരി സെമിനാരിയിൽ ഫിലോസഫി, പിന്നെ മംഗലപ്പുഴ സെമിനാരിയിൽ എല്ലാ റീത്തിലും പെട്ടവർ ഒന്നിച്ച് തിയോളജി പഠനം, അതിസുന്ദരമായ ഒരു കാലഘട്ടം. ആ വന്യ വിദ്യാലയത്തിന് മനം നിറഞ്ഞ കൈകൂപ്പൽ വളരെ സന്തോഷത്തോടെ ഞാൻ ഈ വേദിയിൽ നേരുകയാണ്. ഓക്കെ, നമ്മൾ ഇപ്പോൾ നോക്കൂ, നിമ ലിൻറ്റോ 15 പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുന്നു. വളരെ വളരെ നിർണായകമായ നിമിഷങ്ങളാണ്, ഉദ്യോഗജനകങ്ങളായ നിമിഷങ്ങളാണ്. നിമ ലിൻറ്റോയും അഞ്ജന ടോജിയും തമ്മിലുള്ള കടുത്ത ഒരു 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 മത്സരത്തിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോഗോസ് ക്വിസിന്റെ അവസാന നിമിഷങ്ങളിൽ വളരെ വളരെ രോമം എഴുന്നു നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇവരിൽ ആര് പ്രതിഭയാകും എന്നൊരു ചോദ്യം അല്ല. ഇനി ഇവർക്ക് പോലും സാധ്യതയുണ്ട്, ശരിയല്ലേ? ഇവർക്ക് പോലും സാധ്യതയുണ്ട്. ഇനിയും ചോദ്യങ്ങൾ 3 ഉണ്ട്, ശരിയല്ലേ? ഓക്കെ, 4ാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. 4, ആധുനിക ബൈബിൾ പഠന വ്യാഖ്യാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന കത്തോലിക്ക വൈദികൻ ആര്? ആധുനിക ബൈബിൾ പഠന വ്യാഖ്യാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന കത്തോലിക്ക വൈദികൻ ആര്? 4ാമത്തെ ചോദ്യം ആരും പിടിക്കുന്നില്ല. അത് ഫ്രഞ്ച് വൈദികനായ റിച്ചാർഡ് സൈമൺ. അദ്ദേഹമാണ് ആധുനിക ബൈബിൾ പഠന വ്യാഖ്യാനത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. വലിയ സംഭാവനകൾ കത്തോലിക്ക ബൈബിൾ പഠന മേഖലയിൽ നൽകിയിട്ടുള്ള വ്യക്തിത്വമാണ്. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 5ാമത്തെ ചോദ്യം റെഡിയാണല്ലോ? 5ാമത്തെ ചോദ്യം, കേരളത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ മലയാള ബൈബിൾ ഏത്? നിമ ലിൻറ്റോ ബസർ അമർത്തിയിരിക്കുകയാണ്. കേരളത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ മലയാള ബൈബിൾ ഏത്?
1829 ബെഞ്ചമിൻ ബെയ്ലി പുതിയ നിയമത്തിന്റെ വിവർത്തനം നടത്തിയതാണ്. കോട്ടയം CMS പ്രസിൽ നിന്ന് അച്ചടിച്ച ബൈബിളാണ്. സൂപ്പർ ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. ബെഞ്ചമിൻ ബെയ്ലിയുടെ മലയാള വിവർത്തനം 1829. നിമ 15 പോയിന്റ് ഒറ്റയടിക്ക് കരസ്ഥമാക്കിയിരിക്കുക. ലോഗോസ് ഗ്രാൻഡ് ഫിനാലയുടെ അവസാനത്തെ ചോദ്യമാണോ ഇത്? ആണ്. ഒരു സംശയവുമില്ല, ആണ്. കാരണം ഒന്നിച്ചു വരാൻ ഇനി സാധ്യതയില്ല. പക്ഷേ ആര് നേടും എന്നതാണ് ചോദ്യം. ഇപ്പോൾ ഇവിടെ വളരെ വ്യക്തമായും വലിയ ഒരു ചൂടിൻ്റെ ഒരു അനുഭവമാണ്. വലിയ ഒരു ടെൻഷൻ, സംഘർഷം ഉണ്ട്. അത് നല്ല കാര്യമാണ്, വളരെ നല്ല കാര്യമാണ്. നമ്മൾ പോകുന്നു 6ാമത്തെ ചോദ്യത്തിലേക്ക്. സമ്പൂർണ്ണ ഗ്രീക്ക് ബൈബിളിന്റെ ഏറ്റവും പഴക്കമുള്ള കയ്യെഴുത്ത് പ്രതി, സമ്പൂർണ്ണ ഗ്രീക്ക് ബൈബിളിന്റെ ഏറ്റവും പഴക്കമുള്ള കയ്യെഴുത്ത് പ്രതി പിടിക്കാൻ ആളില്ലാതെ പോയി. ലോഗോസ് ഗ്രാൻഡ് ഫിനാലയിലെ അവസാനത്തെ ചോദ്യം പിടിക്കാൻ ആളില്ലാതെ പോയി. സമ്പൂർണ്ണ ഗ്രീക്ക് ബൈബിളിന്റെ ഏറ്റവും പഴക്കമുള്ള കയ്യെഴുത്ത് പ്രതി കോഡെക്സ് വത്തിക്കാനൂസ്. കോഡെക്സ് വത്തിക്കാനൂസ്. പ്രിയപ്പെട്ടവരെ, കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ലോഗോസ് ക്വിസ് 2022 ഗ്രാൻഡ് ഫിനാലയുടെ അവസാനത്തെ റൗണ്ടാണ് നമ്മൾ കടന്നുപോയത്. ആ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം, ബൈബിളിനെ സംബന്ധിച്ചുള്ള പൊതുവായ ചോദ്യങ്ങൾ ആയിരുന്നു. അതിൽ ചില ചോദ്യങ്ങൾ നിങ്ങൾ അന്വേഷിച്ച് ഒരുങ്ങി വന്നിരുന്നു, ചില ചോദ്യങ്ങൾ നിങ്ങൾ അന്വേഷിച്ചില്ല. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഇനിയും ഏറെ കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട്, പഠിക്കാനുണ്ട്. ലോഗോസ് പ്രതിഭയായാലും ഒരു സമുദ്രത്തിൻ്റെ തീരത്ത് നിൽക്കുന്നു എന്നേ ഉള്ളൂ. ഇതൊരു മഹാസമുദ്രമാണ്. വിശുദ്ധ ഗ്രന്ഥത്തോടുള്ള പാഷനോടുകൂടി തത്സംബന്ധിയായ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ, ഭാഷ പഠിക്കാൻ, ജോഗ്രഫി പഠിക്കാൻ, ഹിസ്റ്ററി പഠിക്കാൻ, അതുപോലെ അത് സംബന്ധിച്ചുള്ള സഭയിലെ ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളും മനസ്സിലാക്കാൻ ഒക്കെ നമുക്ക് ശ്രദ്ധിക്കാം. ഭാഗ്യവതികളുടെ റൗണ്ടായ മക്കാരിയോസ് റൗണ്ട് സമാപിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് 6 മത്സരാർത്ഥികളിൽ 2 പേർക്കാണ് സ്കോർ ചെയ്യാനായത്. അതിൽ നിമ സ്കോർ ചെയ്തിരിക്കുന്നു മക്കാരിയോസ് റൗണ്ടിൽ 30 പോയിന്റ്സ്. നിമയ്ക്കൊപ്പം തന്നെ അഞ്ജനയും ഈ മക്കാരിയോസ് റൗണ്ടിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. അഞ്ജനയ്ക്ക് ലഭിച്ചിരിക്കുന്നത് 15 പോയിന്റ്സ്. അപ്പോൾ വിധി നിർണായകമായ ഈ മക്കാരിയോസ് റൗണ്ട് 8ാമത്തെ റൗണ്ട് സമാപിക്കുമ്പോൾ നമുക്ക് ലോഗോസ് പ്രതിഭ ആരാണെന്ന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അത് ഔദ്യോഗികമായി പ്രഖ്യാപനം ചെയ്യുവാൻ കേരള കാത്തലിക് ബൈബിൾ കമ്മീഷൻ സെക്രട്ടറി റെവറൻഡ് ഫാദർ ഡോക്ടർ ജോജു കോക്കാടിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ, 2022 മനോഹരമായിട്ടുള്ള മെഗാ ഫൈനൽ ഉദ്യോഗജനകമായിട്ടുള്ള നിമിഷങ്ങൾ പര്യവസാനിക്കുകയാണ്. വചനത്തോടുള്ള വലിയൊരു മത്സരം, വചന മത്സരം. 2022 ലോഗോസ് പ്രതിഭയായി ഈ മത്സരത്തിൻ്റെ അവസാനത്തിൽ 4,70,000 നിന്നും ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതൊരു വലിയ സന്തോഷമാണ്. 2022 ലോഗോസ് മത്സരങ്ങൾക്ക് ഒത്തിരിയേറെ പേര്, 4,70,000 പേർ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിനോട് ചേർന്ന് വളരെയേറെ പേർ ഇതിൻ്റെ വിജയത്തിനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്.
അവരെല്ലാം ഒറ്റവാക്കിൽ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. ലോഗോസ് 2022 മെഗാ ഫൈനലിൻ്റെ റിസൾട്ട് ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണ്. 6ാം സ്ഥാനത്തായി എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ലത്തീൻ രൂപതയിൽ നിന്നും എ വിഭാഗത്തിൽ മത്സരിച്ച റേച്ചൽ മരിയ ബെൻസ്. അഞ്ചാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് പാലക്കാട് രൂപതയിൽ നിന്നും ലൈല ജോൺ. 4ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നും അലീന ജെയ്മോൻ. വാശിയേറിയ മത്സരത്തിൽ 3ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് തൃശൂർ അതിരൂപതയിൽ നിന്നുള്ള ആനി ജോർജ്. 1ഉം 2ഉം സ്ഥാനങ്ങൾ വാശിയേറിയ മത്സരം ഉടനീളം നമ്മൾ കണ്ടു. അവസാന റൗണ്ടിൽ മാത്രമാണ് ക്വിസ് മാസ്റ്ററിന് വിജയിയെ തീരുമാനിക്കാനും സാധിച്ചത്. മത്സരിച്ച് ജയിക്കുന്ന ലോഗോസ് 2022 റണ്ണർ അപ്പായിട്ട് വരുന്നത്, 2ാം സ്ഥാനത്തേക്ക് വരുന്നത് പാലാ രൂപതയിൽ നിന്നുള്ള അഞ്ജന ടോജി. സ്നേഹമുള്ളവരെ, 22 വർഷത്തെ ലോഗോസ് മത്സരങ്ങളിൽ ആദ്യമായാണ് കേരളത്തിന് പുറത്ത് നിന്ന് ഒരു ലോഗോസ് പ്രതിഭ വരുന്നത്. ഇത് ഈ വർഷത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. ഈ വർഷത്തിൽ ഒത്തിരിയേറെ പ്രത്യേകതകൾ ദൈവാനുഗ്രഹത്താൽ സംഭവിച്ചു. അതിൽ വേറൊരു പ്രത്യേകതയാണ് മാണ്ഡ്യ രൂപതയിൽ നിന്ന്, കേരളത്തിന് പുറത്തു നിന്ന് വരുന്ന നിമ ലിൻഡോ ലോഗോസ് പ്രതിഭയായി മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നു. സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ. കേരളത്തിന് പുറത്തു നിന്നുള്ള ആദ്യത്തെ ലോഗോസ് പ്രതിഭ നിമ ലിൻഡോ മാണ്ഡ്യ രൂപതയിൽ നിന്നും IT ഫീൽഡിൽ മനോഹരമായിട്ട് സേവനം ചെയ്യുമ്പോൾ ബൈബിളിൻ്റെ വചന മത്സരത്തിലേക്ക്, ബൈബിൾ തപസ്യയിലേക്ക് കടന്നു വരുന്ന വ്യക്തി ലോഗോസ് പ്രതിഭയായിട്ട് ഉയർത്തപ്പെടുന്നു. സ്നേഹമുള്ളവർ, ഈ 6 പേരും ആരും പിറകിലല്ലായിരുന്നു. വളരെ വീര്യത്തോടുകൂടെ തന്നെ മത്സരിച്ചു, മനോഹരമായിട്ട് പര്യവസാനിക്കുകയാണ്.